ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2025 വേണ്ടിയുള്ള ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് മിക്സർ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സർ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല ഡൗട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ്, ഏറ്റവും നല്ല രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തെടുത്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് മിക്സറിന്റെ, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്, ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിന്റെ. ആ ക്ലാസ്സുകളെല്ലാം കണ്ട് സെറ്റ് ആക്കുക. നിങ്ങൾക്ക് അടുത്ത CGL-ന് ഒരു കട്ട് ഓഫിൽ നിന്നും മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഫോക്കസ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. റിപ്പീറ്റ് ആയിട്ടുള്ളവർക്ക് കഴിഞ്ഞ CGL കിട്ടാത്തവർക്കും അല്ലെങ്കിൽ കുറച്ച് പഠിച്ചവർക്കും എങ്ങനെ ഓരോ ഡേ വൈസ് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ള ഒരു സ്റ്റഡി പ്ലാനും എല്ലാം ചേർത്തുള്ള ഒരു ഫോക്കസ് ബാച്ചാണ്. ക്ലാസ്സുകളും എല്ലാം അതിനകത്തുണ്ട്. എല്ലാ ലെവലുള്ള, പ്രോ ലെവൽ ഉള്ള, അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത് എല്ലാ ഓൺലൈൻ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ആണ്. എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അത് ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുക. അതുപോലെ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A container contains 20 liter mixture in which there is 10% sulfuric acid. Find the quantity of sulfuric acid to be added in it to make the solution contain 25% sulfuric acid. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങൾ കാണേണ്ട 2 ക്ലാസ്സുകളുണ്ട്. ഒന്ന് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, SSC GD റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, SSC GD ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. അതുപോലെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എവിടെ കിട്ടത്തില്ല. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ആ 2 ക്ലാസ് അലിഗേഷൻ ദിശ അക്കാഡമി സെർച്ച് ചെയ്തിട്ട് ഒരു 3 ക്ലാസ് ഉണ്ട്, 3 ക്ലാസ് ഉണ്ട്. അത് 3ഉം കാണുക. അത് മസ്റ്റ് ആയിട്ട് കാണേണ്ടതാണ്. കൺസെപ്റ്റ് അറിയാൻ അത് കാണേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു കണ്ടെയ്നറിനകത്ത് 20 ലിറ്റർ മിക്സർ ആണുള്ളത്. 10% സൾഫ്യൂരിക് ആസിഡ് ആണ്. എത്ര സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം സൊല്യൂഷനകത്തോട്ട്? എന്ത് ചെയ്യാം, 25% സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അലിഗേഷന്റെ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അലിഗേഷന്റെ കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് കാണണമെന്ന് പറഞ്ഞത്. ഓക്കെ, അതെല്ലാം കൂടെ ഒരു 1-2 മണിക്കൂറത്തെ കൺസെപ്റ്റ് ഉണ്ട്. അതെനിക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അലിഗേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് 20 ലിറ്റർ മിക്സർ ആണ് ഉള്ളത്. അതിൽ 10% സൾഫ്യൂരിക് ആസിഡ്. ഞാൻ സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്യാണ്, അലിഗേഷൻ ചെയ്യാണ്. അപ്പോൾ ഹൗ മച്ച് ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഞാൻ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത് അത് നമുക്ക് അറിഞ്ഞുകൂടാ. ടു മേക്ക് ദ സൊല്യൂഷൻ കണ്ടെയ്ൻ 25%. അപ്പോൾ ഇതിനകത്തോട് ഒഴിക്കുന്നത് എന്ത് തന്നെയാണ്, സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ ക്വാണ്ടിറ്റിയിൽ ഞാൻ അലിഗേഷൻ ചെയ്താൽ സൾഫ്യൂരിക് ആസിഡിന്റെ എത്ര ശതമാനം കാണും? 100% സൾഫ്യൂരിക് ആസിഡ് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ 25% വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിഫറൻസ് എടുക്കാം. ഒന്നുകിൽ 5 വെച്ച് വെട്ടി ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 75 കിട്ടും, ഇവിടെ ഡിഫറൻസ് 15 കിട്ടും. ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഈ അലിഗേഷൻ ചെയ്യുന്നത്. 15ഉം 75 എത്രയാണ്, 5:1 എന്നത്. അതായത് ഇനിഷ്യൽ മിക്സ്ചർ 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ റേഷ്യോയും മിക്സറിന്റെ അലിഗേഷൻ വേണം. ഇനിഷ്യൽ മിക്സ്ചർ 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡ് എത്രയാണ്, 1 യൂണിറ്റ്. ഈ 5 യൂണിറ്റിന്റെ ഇനിഷ്യൽ മിക്സ്ചർ ആയിട്ടുള്ള 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. എത്ര, 20 ലിറ്റർ. നമുക്ക് എത്ര ആഡ് ചെയ്യുന്നത്, ഇതാണ് ആഡ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പൊ എത്രന്റെ വാല്യൂ വേണം, 1ന്റെ വാല്യൂ വേണം. 20/5 4 ലിറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആഡ് ചെയ്യും. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അലിഗേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് 10 ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് 100% ഒഴിക്കുന്നു, 25 ആയി. നമുക്ക് 75ഉം 15ഉം 5:1 കിട്ടി. 5ന്റെ വാല്യൂ ആണ് 20 ലിറ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 1ന്റെ വാല്യൂ എത്രയാണ്, 4 ലിറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വിത്ത് കൺസെപ്റ്റ് ആണ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിന് സെറ്റ് ആവണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ ഒരു തവണ കംപ്ലീറ്റ് ആക്കുക. റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ള കാര്യം പറയാം, അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. CGL ക്ലിയർ ചെയ്യാനുള്ള കാര്യം സിമ്പിൾ ആണ്. ഒന്ന്, റൈറ്റ് ഡയറക്ഷനിൽ, റൈറ്റ് വേയിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് വേയിൽ കറക്റ്റ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. റൈറ്റ് വേയിൽ ഒരു തവണ കംപ്ലീറ്റ് ആക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിലബസിനെ ആധാരമാക്കിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻ ആണ്. അതിനെ മാറ്റാൻ വേണ്ടി വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ സിലബസ് മാറാത്തടത്തോളം കാലം 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ TCS തന്നെ പഠിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല.
അടുത്ത മൂന്നാമത്തത് നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ്, 100 മോക്ക് ടെസ്റ്റ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ടി വരത്തില്ല എന്ത് ചെയ്യില്ല എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി വാങ്ങിയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. മാക്സിമം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നോക്ക്, എ ബീക്കർ കണ്ടെയ്ൻസ് ആസിഡ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 1:x. When 300 milliliter of previous mixture and 50 milliliter of water are mixed, the ratio of acid and water becomes 2:5. What is the value of x? അപ്പൊ ഇവിടെ നമ്മൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്ക് അറിഞ്ഞുകൂടാ 1:x എന്തിരിക്കുന്നത്, ആ ഒരു ആസിഡും വാട്ടറും ഇരിക്കുന്നത്. ആസിഡ് ഒരു യൂണിറ്റ് ആണെങ്കിൽ വാട്ടർ എത്രയാണ്, എക്സ് യൂണിറ്റ് ആണ്. നമുക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 300 ലിറ്റർ ഓഫ് പ്രീവിയസ് മിക്സർ, ഈ മിക്സറും 50 ലിറ്റർ ഓഫ് വാട്ടറും. അപ്പൊ ടോട്ടൽ എത്രയായി, 300ഉം 50, 350 മില്ലി ആണ് എന്തുള്ളത് ഫൈനൽ ആയിട്ടുള്ള ഈ കേസിലുള്ള ആ ഒരു സാധനത്തിന്റെ അളവെന്ന് പറയുന്നത്, ആസിഡിന്റെ വാട്ടറിന്റെ മിക്സറിന്റെ അളവെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റേഷ്യോ ആണ് 2:5 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2:5 എന്തിരിക്കുന്നത്, ആസിഡും വാട്ടറും രണ്ടാമത്തെ കേസിൽ. അപ്പൊ അതിന്റെ ടോട്ടൽ അറിയാം നമുക്ക് 350. അതില് ആസിഡ് 2 യൂണിറ്റ് ആണെങ്കിൽ വാട്ടർ എത്ര യൂണിറ്റ് ആണ്, 5 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ടോട്ടൽ 2ഉം 5ഉം 7 യൂണിറ്റ് ആണ് അതിൽ യൂണിറ്റ് വൈസ് കാണിച്ചിട്ടുള്ളത്, റേഷ്യോ വൈസ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 7 യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യണം, റേഷ്യോ പ്രപ്പോർഷൻ SSC GT ക്ലാസ് 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്, ആവറേജ് കൂടെ ചേർത്തുള്ളത്, അത് കാണാം. അത് കാണാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ കൺസെപ്റ്റ് അറിയില്ല, പിന്നെ എന്തിനാ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ചിലർ വിചാരിക്കും എന്താണ് ഇങ്ങനെ കൺസെപ്റ്റ് അറിയാതെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എല്ലാവരും ഇത് അറിഞ്ഞിട്ടാണോ വരുന്നത് എന്ന് തോന്നും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എന്ത് ചെയ്തത്. ഓക്കെ, അത് കാണും. ഓക്കെ, അപ്പൊ ഇവിടെ 7ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എത്ര, 350 മില്ലി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചതല്ല, നമുക്ക് ഇവിടെ എന്ത് കിട്ടും, നമുക്ക് 300 മില്ലി ലിറ്റർ ഓഫ് പ്രീവിയസ് മിക്സർ ഉണ്ട്. അതിനകത്തോട്ട് 50 ലിറ്റർ വാട്ടർ, 50 മില്ലി ലിറ്റർ വാട്ടർ മിക്സ് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്, ഇത് 2:5 ആയത്. അപ്പൊ നമുക്ക് 5ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 5 എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ മിക്സറിലെ വാട്ടറിന്റെ അളവാണ്. അപ്പൊ 350, ഇത് 5 ആണ്, 50 × 5 250 മില്ലി ലിറ്റർ. ഓക്കെ, അപ്പൊ 250 മില്ലി ലിറ്റർ എന്താണ്, ഇപ്പോഴത്തെ വാട്ടറിന്റെ അളവാണ്. അപ്പൊ ഈ വാട്ടർ എങ്ങനെ ആയത്, ഇതിനകത്തോട്ട് 50 മില്ലി ലിറ്റർ വാട്ടർ ആദ്യതിനു ശേഷമാണ് ഇതെന്തായത് 250 മില്ലി ലിറ്റർ ഫൈനലിലോട്ട് മാറിയത്. അപ്പൊ ഇതിൽ നിന്ന് 50 മില്ലി ലിറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 200 മില്ലി ലിറ്റർ കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്, 200 മില്ലി ലിറ്റർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മളുടെ എന്തെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഇനിഷ്യലിലുള്ള ആസിഡ് എത്രയാണ്, ആസിഡിന് ചേഞ്ച് ഒന്നുമില്ല. ആസിഡ് 350/7 × 2 യൂണിറ്റ് ആണ്. 7 യൂണിറ്റ് ഇതാണെങ്കിൽ 2 യൂണിറ്റ് ആണ്. ഇതെങ്ങനെ പേന എടുക്കാതെ ചെയ്യുന്നത് പറഞ്ഞുതരാം. 50 × 2 100 മില്ലി ലിറ്റർ ആണ്. അപ്പൊ 100 മില്ലി ലിറ്റർ ആയിരുന്നു ഇനിഷ്യലുള്ള ആസിഡ്. ആസിഡിന് ചേഞ്ച് ഒന്നുമില്ല, വാട്ടർ മാത്രമേ ചേഞ്ച് ഉണ്ടായി. ഇനിഷ്യലിലെ വാട്ടർ 200 മില്ലി ലിറ്റർ ആണ്. റേഷ്യോ എന്തോരും 100:200 ആണ് ഇനിഷ്യലിലെ റേഷ്യോ, അല്ലെങ്കിൽ 1:2 ആണ്. അപ്പൊ അതിന് പകരമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1:x എന്ന്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. വാട്ടറിന്റെ അളവ് 2 എന്നാണ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്യുന്ന ഒരാളും, അല്ലെങ്കിൽ ഡെയിലി കാൽക്കുലേഷന്റെ എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ജോലി കിട്ടുന്നവരെ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം മൈൻഡിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. മൈൻഡിൽ നിങ്ങൾ എത്രത്തോളം കാൽക്കുലേഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 1:x 300 മില്ലി ലിറ്റർ പ്രീവിയസ് മിക്സർ, 50 മില്ലി ലിറ്റർ വാട്ടർ ആഡർ. ടോട്ടൽ 350, 2:5 ആണ്. 7ന്റെ വാല്യൂ 350 ആണ്, 1ന്റെ വാല്യൂ 50 ആണ്, 2ന്റെ വാല്യൂ 100 ആണ്. ഇനിഷ്യലി ഇവിടെ എത്ര ഉണ്ടായിരുന്നു, ആസിഡ് 100 ഉണ്ടായിരുന്നു. മറ്റേത് 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 250 ആണ്. അത് 50 മില്ലി ലിറ്റർ വാട്ടറോട് ഒഴിച്ചതിന് ശേഷമാണ് 250 ൽ 50 കുറച്ച് 200 മില്ലി ലിറ്റർ ആണ് ഇനിഷ്യലുള്ളത്. ഇപ്പൊ 100 ഇതുണ്ടെങ്കിൽ 200 ഉണ്ട്. 1:2 ആണ്. എക്സിന്റെ വാല്യൂ എന്താണ്, 2 ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, പേന എടുക്കാതെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. നമുക്ക് വേണമെങ്കിൽ ഇത്ര എഴുതിയും ചെയ്യാം, ഇതിൽ കൂടുതൽ എഴുതി ചെയ്യുന്നവരുണ്ട്. അത് മനസ്സിലാക്കാം. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. 1 cup has juice and water in the ratio 5:2, while another cup of the same capacity has them in the ratio 7:4 respectively. If contents of both the cups when full are poured in a vessel, then what will be the final ratio of water to juice in the vessel? അപ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ട് ജ്യൂസും വാട്ടറും ഫസ്റ്റില് 5:2 ആണ്, രണ്ടാമതിൽ 7:4 ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ പറയുന്ന കണ്ടീഷൻ നമുക്ക് ഇത്
ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടാൻ പറ്റത്തില്ല. ഫൈനൽ രണ്ടുപേരുടെ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ വാട്ടർ ടു ജ്യൂസ് വെച്ചേക്കുന്നത് കണ്ടോ, വാട്ടർ ടു ജ്യൂസ്, ജ്യൂസ് ടു വാട്ടർ അല്ല. വാട്ടർ ടു ജ്യൂസ് എനിക്ക് ചുമ്മാ 4 2 6 5 7 12 കൂട്ടാൻ പറ്റത്തില്ല, കാര്യം കണ്ടീഷൻ സാധ്യത ചെയ്തിട്ടില്ല. ഇവിടെ 5x 2x ആണെങ്കിൽ ഇവിടെ 7y 4y ആണ്. ഇത് എക്സിന്റെയും വൈയുടെയും ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആ ഒരു സാധനത്തിന്റെ വാല്യൂ സെയിം ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് സെയിം ആക്കണം. അത് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ സെയിം കപ്പാസിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് പോകാം. ഇവിടെ 5 2 7 യൂണിറ്റാ വരുന്നത്. രണ്ടാമത്തതിൽ 7 4 11 വരുന്നത്. 7 11 ഈക്വൽ ആക്കണമെങ്കിൽ 77 ആക്കിയെങ്കിലും പറ്റും. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ 11 കൊണ്ട് കുടിക്കണം, ഇവിടെ നമ്മൾ 7 കൊണ്ട് കുടിക്കണം. അപ്പൊ എന്താവും, ടോട്ടൽ സമ്മ് 7 ഗുണം 11 77, ഇവിടെ 11 ഗുണം 7 77, രണ്ടും എന്താവും, സെയിം. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ഇതിന്റെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇത് 5x 2x അതെന്താവും ഈക്വൽ. ഇവിടെ 11 ഗുണം 5 55, ഇവിടെ 7 ഗുണം 7 49. അതാണ് നമ്മുടെ ജ്യൂസ്. ഇവിടെ 22 28, അതാണ് നമ്മുടെ വാട്ടർ ത്രെഡും 50, ഇത് 95 9 104. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 25, ഇവിടെ 26. ചോദിച്ചിരിക്കുന്നത് 25 26 25 ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇത് സില്ലി മിസ്റ്റേക്ക് ആണ്. എന്തുകൊണ്ടാണ് സില്ലി മിസ്റ്റേക്ക് ആവുന്നതിന് കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജ്യൂസ് ഇൻറ്റു വാട്ടർ അല്ല, ഫൈനൽ റേഷ്യോ വാട്ടർ ടു ജ്യൂസ്. ആദ്യം എന്ത് എഴുതണം, വാട്ടർ എഴുതണം, പിന്നാണ് എന്ത് ചെയ്യുന്നത്, ജ്യൂസ് എഴുതുന്നത്. 25:26 നമുക്ക് ഇവിടെ കൊടുക്കാം ഓപ്ഷൻ. 25 സോറി 26 52 മിസ്റ്റേക്ക് ഇതല്ല, 26 അല്ല, 2 വെച്ച് കിട്ടണം. ഇത് 25 ഇത് 52 ആണ്. ഓക്കെ, അപ്പൊ 52:25 ഇതാണ് സില്ലി മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ചോദിച്ചിരിക്കുന്നത് തിരിച്ചാണ്. നമ്മൾ ആൻസർ വരും 25:52. 25:52 എവിടെ ഉണ്ട്, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചോളൂ. നിങ്ങൾ മിക്സറിന്റെ ക്ലാസ്സുകളാണ്, റേഷ്യോയുടെ ക്ലാസ്സുകൾ. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് കണ്ടന്റ് ഒരുപാട് പഠിക്കാനുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും. ഓക്കെ, അപ്പൊ ഇവിടെ 5:2 ഇരിക്കുന്നു, 7:4 രണ്ടും സെയിം കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടന്റ് ഇതിലോട്ട് ഒഴിക്കുവാണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, 11 കൊണ്ട് വിളിച്ചു. ഇവിടെ 55, ഇവിടെ 7 കൊണ്ട് വിളിക്കണം. 49 55 49 104. അപ്പൊ 104 വേണമെങ്കിൽ എഴുതാം. 104 മറ്റേ എത്രയാണ്, ഇവിടെ 22 28 50. നമുക്ക് എന്തിട്ട് 25:2. അത് തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. 25:52 ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു മിൽക്ക് മാൻ ബൈസ് മിൽക്ക് അറ്റ് 24 per liter. 24 രൂപയാണ് 1 ലിറ്ററിന്റെ വിലയായിട്ട് അയാൾ കൊടുക്കുന്നത്. ഹി ആഡ്സ് 1/5 of water to it and sells the mixture at 32 per liter. What will be the gain percentage? ഇപ്പൊ ഇവിടെ ചിലർ നോക്കും, 24 രൂപയ്ക്ക് വാങ്ങിയിട്ട് 32 രൂപയ്ക്ക് വിൽക്കുന്നു. 8 രൂപ ലാഭം, 24 1/8 33.3 അല്ലെ. 24 സാധനം 32 വിൽക്കുമ്പോൾ നമുക്ക് 8 രൂപയാണ് ലാഭം, 24 കോസ്റ്റ് പ്രൈസ്, 1/3. ആൻസർ 33.33% എന്ന് വിചാരിക്കും. പക്ഷെ ഓപ്ഷനിലൊന്നും അതില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നു, അതിനകത്തോട്ട് 1/5 പാർട്ട് വാട്ടർ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, അയാൾക്ക് ലാഭം എന്തായിരിക്കും, ഇതിലും കൂടുതലായിരിക്കും. കാര്യം അയാളുടെ ഒറിജിനലായിട്ട് 24 രൂപയാണ് 1 ലിറ്ററിന്. അപ്പൊ അതിന്റെ 4/5 എന്ത് അയാള് കൊടുക്കുന്നുള്ളൂ. അതായത് അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര ആവുന്നുള്ളൂ. അയാൾക്ക് ടോട്ടൽ എത്ര ഉണ്ട്, ഇപ്പൊ 5 പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ട് എന്താണ്, വെള്ളമാണ്. വെള്ളത്തിന് പൈസ ഇല്ല, വെള്ളം ആഡ് ചെയ്യുന്നതിനാണ്, ലാഭത്തിന് വേണ്ടിയാണ്. ക്വാണ്ടിറ്റി എത്രയാകും, 1 ലിറ്ററിന് 24 വില ഉള്ളതിനകത്ത് അയാൾ എത്ര ചെയ്തുള്ളൂ, ഇതിന്റെ 4 പാർട്ട്. 5 ഉണ്ടെങ്കിൽ ഒരു പാർട്ട് എന്തായിരിക്കും, വെള്ളമായിരിക്കും. അതാണ് 1/5 വാട്ടർ ആഡ് ചെയ്യുന്നത്. 1/9 എന്ന് പറഞ്ഞാൽ 9 1 വാട്ടർ ആഡ് ചെയ്യും, ബാക്കി 8 ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള മിൽക്ക്. അപ്പൊ ഈ 1 ലിറ്ററിനകത്ത് ഇവിടെ 1 ലിറ്ററാണ് വിൽക്കുന്നത്. അപ്പൊ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര ആവും, കോസ്റ്റ് പ്രൈസ് ഒരിക്കലും 24 ഇതാവത്തില്ല. നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് പ്രൈസ് നമുക്ക് 24 രൂപയാണ് 1 ലിറ്ററിന്. എന്നാൽ അതിന്റെ 4/5 പാർട്ട് മാത്രമേ ആവത്തുള്ളൂ. അതായത് 96/5. എനിക്ക് 96/5 എനിക്ക് 19 അല്ലെ, 96/5 എന്ന് പറയുമ്പോൾ 19 1/5 പോയിന്റ് 19.2 അയാൾക്ക് എന്താവത്തുള്ളൂ, അയാളുടെ കയ്യിൽ നിന്നിരിക്കുന്ന സാധനത്തിന് ചിലവാകത്തുള്ളൂ. അയാൾക്ക് എത്ര ലാഭം കിട്ടും, 32 രൂപ എന്ത് കിട്ടും,
1 ലിറ്റർ. പെർ ലിറ്ററിന് അയാൾക്ക് ഇത്രേ ആവത്തുള്ളൂ, കാര്യം വെള്ളം ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് 32 പെർ ലിറ്റർ ആണ് വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ്. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് എത്ര ലാഭം കിട്ടുന്നത് നമുക്ക് നോക്കാം. 0.8 12 0.8 12 32 മൈനസ് 19 12 0.8 12 12.8 12.8 ആണ് ലാഭം. എത്രല്ലേ? 19.2. അപ്പൊ നമുക്ക് 128/192 64 ഇൻറ്റു 2 64 ഇൻറ്റു 3. ഓക്കെ, നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ഇടാൻ പറ്റത്തുള്ളൂ. 64 2 64 ഇൻറ്റു 3 ആണിത്. 2.8 12 2/3 ഏകദേശം 60% അടുത്ത് ആൻസർ വരും. അതായത് നമുക്ക് വേറൊരു രീതി ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാതെ കോസ്റ്റ് പ്രൈസിനകത്ത് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. വേറെ രീതി ചെയ്യാം. കുറച്ച് എളുപ്പം 60% അടുത്ത് വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്രോക്സിമേറ്റ് ആയിരിക്കും ആൻസർ. ഇങ്ങനെ നോക്കാം. 24 രൂപയാണ് പെർ ലിറ്റർ ആണ് അയാളെ കോസ്റ്റ് പ്രൈസ്. ആയിക്കോട്ടെ, അയാൾ 1 ലിറ്റർ വെക്കും. 1/5 വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. സെൽത്ത് മിക്സ് റേറ്റ് 32 പെർ ലിറ്റർ. ഇപ്പൊ വാട്ടർ ആഡ് ചെയ്യുന്ന എത്ര? ഇപ്പം 24 ലിറ്റർ ആണെങ്കിൽ പെർ ലിറ്റർ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടോ അതിന്റെ 1/5 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1 ലിറ്റർ ആണെങ്കിൽ വിൽക്കുമ്പോൾ എന്നിട്ട് ലാഭം കിട്ടും. 32 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിന്റെ 32 രൂപയ്ക്ക് വിൽക്കുന്നത്, അതിനകത്ത് എന്ത് ചെയ്യും? ആ 1/5 അയാൾക്ക് ലാഭം കിട്ടും. 20% എക്സ്ട്രാ അയാൾക്ക് ലാഭം കിട്ടും. 32 വിൽക്കുമ്പോൾ 20% ലാഭം കിട്ടും. 32 ഇൻറ്റു 6/5 എന്ന് പറഞ്ഞാൽ 32 6 യെസ് അങ്ങനെ 180 192/5 നമുക്ക് എത്ര കിട്ടും? 3 42 38.4 വിൽക്കുന്ന രീതിയിലാവും. അറിയാം, വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അയാളുടെ ലാഭം ഇത്രയും ആവുന്ന രീതിയിലാവും. 24 സാധനം 38.4 വിൽക്കുന്ന രീതിയിലാണ് അവിടെ ലാഭം ഉള്ളത്. എത്രയാണ്? 14.4 ലാഭം. എത്രയില്? 24. 144 24 ഒരു 0 കൊടുക്കുന്നു ഇൻറ്റു 100. 14.4/24 ഇൻറ്റു 100 ആണ് വേണ്ടത്. ആ ഒരു പോയിന്റ് പോയി, ഒരു 0 മേലെ വന്നു. എല്ലാം കറക്റ്റ്. ഇപ്പൊ 140 ഏകദേശം 60% ലാഭം. ഓക്കെ, ഇങ്ങനെ ചെയ്യും. അതായിരിക്കും നല്ലത്. കോസ്റ്റ് പ്രൈസ് 24 പെർ ലിറ്റർ തന്നെ എടുക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ 7 ലിറ്റർ ആണെന്ന് വെച്ചോ, അല്ലെ X ലിറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. X ലിറ്ററിന്റെ വില എന്ന് പറഞ്ഞാൽ 24x ആണ്. എന്നാൽ അതിൽ വിൽക്കുന്ന എത്രയാണ്? 32 X അല്ല അളവ്. എന്താണ് അതിൻ്റെ കൂടെ X പ്ലസ് 1/5. 32 1 ലിറ്ററിന് 32 ആണ്. അങ്ങനെ X പ്ലസ് 1/5 വിൽക്കുന്നു. 1/5 എക്സിന്റെ 1/5 നമുക്ക് 32 ഇൻറ്റു 6/5 എക്സ് എന്ന് കിട്ടും. അതായത് 38.4 എക്സ് എന്ന് കിട്ടും. 24 സാധനം ഇത്രയും വിൽക്കുന്നു. ലാഭം എത്രയാണ്? 14.4x. എത്ര? 24x. 24 എഴുതിയാലും കുഴപ്പമില്ല. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ലാഭം? 60%. ഇതായിരിക്കും എളുപ്പം. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നോക്കെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കെ. ഇവിടെ നോക്കെ, ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് കോസ്റ്റിംഗ് 42 per kilogram should be mixed with 7.5 kilogram rice costing 50 per kilogram so that the selling mixture at 53.1 per kilogram there is a gain of 18%. അപ്പൊ നമുക്ക് ഇവിടെ അലിഗേഷൻ അപ്ലൈ ചെയ്യാം. അലിഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് എഴുതുന്നത്. കോസ്റ്റ് പ്രൈസ് ആണ് എഴുതുന്നതെങ്കിൽ നടുക്കും എന്തായിരിക്കണം? മിക്സറിന്റെയും കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം എഴുതുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ കോസ്റ്റ് പ്രൈസ് അല്ല. ഈ 53.1 എന്ന് പറഞ്ഞാൽ മിക്സറിനെ 18% ലാഭത്തിന് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 53.1 എന്ന് പറഞ്ഞാൽ ആ മിക്സറിന്റെ എത്രയാണ്? 18% ഗെയിനോടെ ചേർത്ത് 118% ഓഫ് മിക്സറാണ്. 118% ഓഫ് മിക്സറിന്റെ വാല്യൂ ആണ്. നമുക്ക് 100% ഓഫ് മിക്സറിന്റെ വാല്യൂ ആണ് വേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് പോയി ഒരു 0 ഉണ്ട്,
118 നോക്കുകയാണെങ്കിൽ 59 മൾട്ടിപ്ലൈ ആയിരിക്കും. 59 ഗുണം 2 59 ഗുണം എത്രയാണിത്? 59 ഗുണം 9. യെസ്, 59 ഗുണം 9 450 89. യെസ്, കറക്റ്റാണ്. അപ്പോൾ 9 ഇൻറ്റു 5 45. കാൽക്കുലേഷൻ ഡെയിലി എക്സസൈസ് ചെയ്ത് വരും. അപ്പൊ ഇത്രയും പെർ കെ ജി ആണ് എന്തെന്ന് പറയുന്നത് ആ മിക്സറിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അലിഗേഷൻ ചെയ്യാം. ഫസ്റ്റ് കേസിൽ 42 പെർ കെ ജി ആയിരുന്നു വില, രണ്ടാമത്തെ കേസിൽ 50 പെർ കെ ജി ആയിരുന്നു വില, ഫൈനൽ മിക്സറിന്റെ കോസ്റ്റ് പ്രൈസ് 45 പെർ കെ ജി. അലിഗേഷന്റെ ക്ലാസ് എല്ലാവരും കാണണേ, ഫസ്റ്റായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. പുതുതായിട്ട് വന്ന ഒരുപാട് പേര് കാണും. 2021 CGL വേണ്ടി ചെയ്തതാണ്, വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാം. ഇതെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ 45ഉം 50 ഡിഫറൻസ് എത്രയാണ്? 5. 42ഉം 45 ഡിഫറൻസ് എത്രയാണ്? 3. 5:3 ആണ് നമ്മുടെ റേഷ്യോ. അതിന്റെ അർത്ഥം ആ 42 പെർ കിലോഗ്രാം വിലയുള്ള ആ ഒരു റൈസ് 5 യൂണിറ്റ് എടുത്താൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ കിട്ടും. പെർ കിലോഗ്രാം ആണ് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ത് കിട്ടും? 5:3 കിട്ടും. 42 പെർ കിലോഗ്രാം ഉള്ള റൈസ് 5 യൂണിറ്റ് എടുത്താൽ 50 പെർ കിലോഗ്രാം ഉള്ളത് 3 യൂണിറ്റ് എടുക്കണം. അപ്പോൾ ഈ 3ന്റെ വാല്യൂണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 7.5 കിലോഗ്രാം. ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് കോസ്റ്റിംഗ് 40. അപ്പൊ 3ന്റെ വാല്യൂ ആണ്, 7യുടെ വാല്യൂ ഇല്ലത്. 3ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് ഒറിജിനൽ 7.5 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 5ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത്. 3ന്റെ വാല്യൂ 7.5 ആണെങ്കിൽ എത്ര കൊണ്ട് വിളിച്ചേക്കുന്നത്? 3 ഗുണം 2.5 ആണ്. അപ്പൊ 5 ഗുണം 2.5 ആയിരിക്കും നമ്മളുടെ ആൻസർ. 5 ഗുണം 2 എത്രയാണ്? 12.5. 12 കിലോഗ്രാം എന്ത് ചെയ്യണം? 12 കിലോഗ്രാം ഓഫ് റൈസ് കോസ്റ്റിംഗ് 42 പെർ കെ ജി ഷുഡ് ബി മിക്സ്ഡ് വിത്ത് 7.5 കിലോഗ്രാം ഓഫ് റൈസ് കോസ്റ്റിംഗ് 50. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രം പഠിച്ചാൽ. അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. യെസ്, ചെയ്യാം. A vessel is filled with the liquid, 5 parts of which are water and 11 parts are syrup. What part of mixture must be drawn off and replaced with water so that the mixture may be syrup and water in the ratio 3/2? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ ഒരു വെസലില് വാട്ടറും ഉണ്ട്, സിറപ്പും ഉണ്ട്. വാട്ടർ എത്രയാണ്? 5 പാർട്സ് ആണ്. സിറപ്പ് 11 പാർട്ടാണ്. വാട്ട് പാർട്ട് ഓഫ് ദ മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ്? എത്ര എടുക്കണം? അത് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. വാട്ടർ ആണ് ഒഴിക്കുന്നത്. മിക്സർ മേ ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. ഫൈനൽ റേഷ്യോ എന്തായിരിക്കണം? 3:2. സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. യെസ്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2-3 രീതി ചെയ്യാം. വാട്ട് പാർട്ട് ഓഫ് ദ മിക്സർ മസ്റ്റ് ബി ഡ്രോൺ. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യും? മിക്സർ എടുത്തു അലിഗേഷൻ വെച്ച് ചെയ്യാം. മിക്സർ കേൾക്കണം. മിക്സർ എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെ ആയിരിക്കും? 5:11 റേഷ്യോ തന്നെ ആയിരിക്കും ഉള്ളത്. റേഷ്യോ തന്നെ ആയിരിക്കും. വാട്ടർ ഓഫ് ദ മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ ആണ്. വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? അപ്പൊ ഇതിന്ന് സംതിങ് എടുത്തു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? വെള്ളം അതിനകത്ത് ഒഴിക്കണം. അപ്പൊ ഇതിന്റെ ആ ടോട്ടൽ അളവ് എന്ത് ചെയ്യരുത്? മാറരുത്. 5:11 കിടക്കുന്ന സാധനം എന്തായി? 3:2 മാറി. ടോട്ടൽ അളവ് മാറാൻ പാടില്ല. അപ്പൊ നമുക്ക് അളവിനെ സെയിം ആക്കാം. പിന്നെ മിക്സർ ടേക്കുന്ന ഒരു മിക്സറിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ എത്ര മിക്സർ ഇപ്പോൾ എടുത്താലും, ഒരു മിക്സറിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുത്താലും അതിനകത്തുള്ള കമ്പോണൻസിന്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. മിക്സർ ഇവിടെ തേക്കണം, കമ്പോണൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം തന്നെ. ഇവിടെ 5:11 ടോട്ടൽ 16 ആണുള്ളത്. ഇവിടെ 3, 2, 5 ആണുള്ളത്. ഇനി ഈക്വൽ ആക്കാൻ വേണ്ടി അങ്ങോട്ട് 5 കൊണ്ട് ഗുണിക്കാം. ഇവിടെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 25, ഇത് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 55. ഇവിടെ 16 കൊണ്ട് ഗുണിക്കാം. 12 ഗുണിക്കുമ്പോൾ ഇവിടെ 48ഉം ഇവിടെ 32. 2 തോന്നുന്നു 80.
യെസ്, അല്ലെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാം. ഇങ്ങനെ ചെയ്യാതെ റീപ്ലേസിന്റെ ചെയ്യാതെ ഓക്കെ ഓക്കെ വേറൊരു വഴിയുണ്ട്. വേറെ വഴി എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ നമുക്ക് എന്താണ് വാട്ടർ ആണ് റീപ്ലേസ് ചെയ്യുന്നത്. വാട്ടർ ആണ് റീപ്ലേസ് ചെയ്യുന്നത്. ഓ സിമ്പിൾ, വാട്ടർ ആണ് റീപ്ലേസ് ചെയ്യുന്നത്. വാട്ടർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടുത്തെ സിറപ്പ് എന്തായിരിക്കും? സിറപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. സിറപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിറപ്പിനെ സെയിം ആക്കാം. സിറപ്പിനെ സെയിം ആക്കണമെങ്കിൽ 11, 2 ഈക്വൽ ആയിട്ട് വേണ്ടി ഇവിടെ സിറപ്പ് ആൻഡ് വാട്ടറിന്റെ റേഷ്യോ 3:1. 3:2 ഇങ്ങനെ അതാണ് പ്രശ്നം. ഇവിടെ എന്തോ 2:3. സിറപ്പാണ് 3 എന്ന് പറയും. സിറപ്പാണ് ഇവിടെ 3 എന്ന്. അപ്പൊ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് ഗുണിക്കാം, ഇവിടെ 11. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 15:33, ഇവിടെ 22:33. എന്തായി? സിറപ്പ് സെയിം ആണ്. അപ്പൊ എത്ര യൂണിറ്റ് ഇവിടെ വെള്ളം എടുത്തത്? യെസ്, വെള്ളം എടുത്തത് മിക്സർ കുറച്ചെടുത്തു. 7 യൂണിറ്റ് ആണ്. 15 22 ആയി. അപ്പോൾ 7 യൂണിറ്റ് ആണ് എന്ത് ചെയ്തത്? വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ മിക്സർ ടേക്കൻ ഔട്ടിന്റെ അതേ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്തത്? വെള്ളം എടുത്തത്. അപ്പൊ 7 യൂണിറ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 യൂണിറ്റ് ആണ് നമ്മുടെ മിക്സർ റീപ്ലേസ് ചെയ്തത്. 7 യൂണിറ്റ് ആണ് റീപ്ലേസ് ചെയ്തത്. ടോട്ടൽ എത്രയില്? ഫൈനൽ ഈ ഒരു വാല്യൂലാണെന്ന് എന്ന് പറയുന്നത് നമ്മുടെ റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇനിഷ്യൽ ടോട്ടലും ഫൈനൽ ടോട്ടലും സെയിം തന്നെ ആയിരിക്കും. 7/55. 7/55 പാർട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളത്. യെസ്, 7/55. പിന്നെ നമുക്ക് വേണമെങ്കിൽ അലിഗേഷൻ ചെയ്യാം. ഇപ്പൊ 5 മിക്സർ എടുത്തതിന് ശേഷം നമുക്ക് അലിഗേഷൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ അലിഗേഷൻ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ 5/16 ആണ് വാട്ടറിൽ അലിഗേഷൻ ചെയ്യാം. വാട്ട് പാർട്ട് ഓഫ് മിക്സ്ചർ മസ്റ്റ് ബി ഡോൺ ഓഫ് റീപ്ലേസ് വാട്ടർ. വാട്ടർ ആകുമ്പോൾ വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ വാട്ടർ എന്താണ്? ഫുൾ 1 ആണ്. സിറപ്പ് ആൻഡ് വാട്ടറിന്റെ റേഷ്യോ 2/3. 3:2. അപ്പൊ 2/5 കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? എല്ലായിടത്തും 80 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 25, 80, 32 റേഷ്യോ എടുക്കാം. ഇവിടെ നമുക്ക് 48, ഇവിടെ നമുക്ക് 7 കിട്ടും. 48:7. അതായത് 48 ഇനിഷ്യൽ മിക്സർ ഉണ്ടെങ്കിൽ, മിക്സർ എടുത്തതിന് ശേഷം 48 ഉണ്ട്. മിക്സർ ടേക്കൻ ഔട്ടിന് ശേഷമാണ് ഇതേ റേഷ്യോ. അപ്പോൾ 48 ചിലർക്ക് ഇത് മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ആ മിക്സർ അലിഗേഷന്റെ ക്ലാസ് കാണണം. അല്ലെങ്കിൽ എനിക്കത് കൺസെപ്റ്റ് ഒരുപാട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ക്വസ്റ്റിന് തന്നെ ഒരുപാട് സമയം അലിഗേഷന്റെ ക്ലാസ് മസ്റ്റ് ആയിട്ട് കാണുക. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 48 നമ്മൾ ടേക്കൻ ഔട്ടിന് ശേഷം ഇത്ര മിക്സർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് 7 ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 7 യൂണിറ്റ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ 55. ആ 7 ചേർത്ത് എന്താവത്തുള്ളൂ? ഇനിഷ്യൽ വാല്യൂ ആകത്തുള്ളൂ. അപ്പം 7/55. 7 ആഡ് ചെയ്യേണ്ടത്. ഇത്രല്ലേ? 55. നല്ല ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ചെയ്യാം. 7/55 പാർട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അലിഗേഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു മിക്സർ എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അലിഗേഷൻ ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെല്ലാം കാണുക. സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഠിക്കാം.